ഹായ്, ഇന്ന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെയിലി പ്ലാനർ ചെയ്തെടുക്കാമേ. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെയിലി പ്ലാനറാണ് ഇത്. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് വേണം. ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് സെലോ ടാപ്പ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാനെടുത്ത കാർഡ്ബോർഡ് ഇങ്ങനെ മടങ്ങിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തത്. ഞാൻ ഉദ്ദേശിച്ച ഒരു സൈസിൽ എനിക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ മടങ്ങിയിരിക്കുന്നതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് സെലോ ടാപ്പ് ഇട്ട് ഒട്ടിച്ച് റെഡിയാക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന കാർഡ്ബോർഡ് ഇങ്ങനെ ഒന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെ സെലോ ടാപ്പ് ഒന്ന് ഒട്ടിക്കും. പിന്നെ ഞാൻ ഒട്ടിച്ച സെലോ ടാപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അത് ഇനിയിപ്പോൾ നമ്മൾ എഴുതുമ്പം വല്ലതും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഈ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്ത്. ഇതുപോലത്തെ റീയൂസബിൾ ആയിട്ടുള്ള ഡെയിലി പ്ലാനേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് റീയൂസ് ചെയ്ത് കുറേ നാളിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഐഡിയാസും കൂടെ അതിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബോക്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ കളർഫുള്ളാക്കാം. പിന്നെ നമ്മളുടേതായിട്ടുള്ളൊരു ഇഷ്ടത്തിന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുക. നമ്മളുടെ ഡെയിലി പ്ലാനറിലോട്ട് വരാം. ഞാനിപ്പം ആ കാർഡ്ബോർഡിൽ വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പേപ്പറിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതിയേ. ഇപ്പം എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ഒട്ടിച്ചത്. പിന്നെ അതിനുശേഷം ഞാൻ കാർഡ്ബോർഡിൽ ഒട്ടിക്കേണ്ട കളർ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് പെന്ന് ഞാൻ ഇവിടെ ഇത്രയും അരിച്ച് നടന്നിട്ടും എനിക്കത് കിട്ടിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഒരു ബ്ലൂ കളർ പെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഈ ബോർഡറൊക്കെ വരച്ചു കൊടുത്തത്. അപ്പം അത് നന്നായിട്ടത് കാണാൻ പറ്റുന്നില്ല. ബ്ലൂ കളർ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഈ ഗ്രീൻ കളർ പേപ്പറൊക്കെ അല്ലേ എടുത്തത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ബോർഡർ ഇപ്പം ബ്ലാക്ക് കളർ ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ എടുത്ത് കാണിക്കും, കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ആ ബോർഡേഴ്സൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെയിലി പ്ലാനർ ഞാൻ ഇതിന് മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് ചെയ്തത് കേക്ക് ബോർഡിലായിരുന്നു ചെയ്തത്. ഇപ്പം നമുക്ക് ഇന്ന സാധനം തന്നെ ഉണ്ടാക്കാൻ വേണം എന്നൊന്നുമില്ല. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളൊരു സാധനമായാലും നമുക്കത് അങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കാർഡ്ബോർഡൊക്കെ എല്ലായിടത്തും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ കാർഡ്ബോർഡ് നിങ്ങളതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ ബുക്കിൻ്റെ ബൈൻഡൊക്കെ ഇല്ലേ, അതായാലും നിങ്ങൾക്കിത് ഉണ്ടാക്കാനായിട്ട് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതാകുമ്പോൾ ആ ബൈൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള സൈസിൽ അതിൻ്റെ അകത്ത് ഒട്ടിക്കേണ്ട കളർ പേപ്പർ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ആ ബോക്സിലൊക്കെ ഹെഡ്ലൈൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മൈ ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ട്, റിമെമ്പർ എഴുതിയിട്ടുണ്ട്, നോട്ട്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഡേറ്റ് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉണ്ടാക്കിയതൊരു മീഡിയം ടൈപ്പ് ഡെയിലി പ്ലാനർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് 5 ഡോട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം അത് ഈ കുല്ലി ഇടാൻ പറ്റില്ല. ഞാനത് ലൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ലൈൻ ചെയ്താൽ ഇനിയിപ്പോൾ എഴുതുമ്പം അത് ഞെരുങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഡോട്ട്സ് തന്നെ ഇട്ട് കൊടുത്തത്. അതും ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഈ 5 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സും കൂടെ ഇതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം സ്കെച്ച് പെൻ ഇട്ട് ഇങ്ങനെ ഡോട്ടൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ സ്കെച്ച് പെന്നിൻ്റെ അത്ര ശരിയല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഒട്ടിച്ചത്. ഞാൻ കുറച്ച് കാൽക്കുലേറ്റർ പിന്നെ ചെറിയ എന്തോ ഒരു ടെഡി പോലത്തെയൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ഡെയിലി പ്ലാനറിനെ റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതിലോട്ട് നമുക്ക് ആക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ എൻ്റെ ആ ഒരു ഷീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കവർ എടുത്തത്. ഇത് ഞാൻ ഡയറി വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിൽ കൂടെ കിട്ടിയതാണേ. ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് പ്ലാനർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് വെച്ച് നമുക്കങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനെക്കാട്ടും ചെറിയൊരു കവറാണെങ്കിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ബോർഡ് ഇതിൽ അത്രയ്ക്ക് ചേരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കവറായാലും മതി. നമുക്ക് എഴുതിയിരിക്കുന്ന സാധനം നമുക്ക് കണ്ടാൽ മതിയല്ലോ. അപ്പം അതായാലും മതി. പിന്നെ ഞാനൊരു ത്രെഡും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു നോട്ട് പാഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്കിങ്ങനെ ഡെയിലി പ്ലാൻ ചെയ്യാനും അതിനൊക്കെ ആയിട്ടാണ്. ഇപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഡെയിലി പ്ലാനർ ഇപ്പം അത് കുറച്ചുകൂടെ വലുതാണല്ലോ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ സ്കൂളിലത്തെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്ലാനറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റും. ഇപ്പം നാളത്തേക്കുള്ള പ്രോജക്റ്റോ സെമിനാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാമല്ലോ. നമുക്ക് നാളെ ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് പാഡ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് നിങ്ങൾ ഡെയിലി പ്ലാനറായിട്ട് തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ 2026 തുടങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്കൊരു ന്യൂ ഹാബിറ്റ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡയറി ഒക്കെ എഴുതുമല്ലോ. നമുക്ക് ഇപ്പം
പ്രോപ്പറായിട്ട് ഡയറി എഴുതണം, ഞാൻ പ്രോപ്പറായിട്ട് ഡയറി അങ്ങനെ എഴുതാറില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. സാഡായിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. അപ്പം അതിനാലും നമുക്ക് ഈ നോട്ട് പാഡ് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഡയറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റഫ് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഡെയിലി ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങൾ അതിൽ എഴുതുക. അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ഇങ്ങനത്തെ നോട്ട് യൂസാണ്. ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു വർഷം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ജേർണലിങ്ങും പിന്നെ ഡയറി എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് തന്നെ എഴുതുമായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് അങ്ങനെയൊക്കെ ഞാൻ എഴുതും. പിന്നെ ഞാൻ ചെറിയ പടമൊക്കെ അതിൻ്റെ അകത്ത് വരച്ചേക്കും. അങ്ങനെ ഇത്രയായിരുന്നു എൻ്റെ ഡയറി. ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ചതാണ്. ഇതെനിക്ക് അടുത്ത വർഷത്തേക്ക് കുറച്ച് പ്ലാനിങ്ങിന് വേണ്ടി ഞാൻ വാങ്ങിച്ച ഡയറി ആയിരുന്നു. ഇത് ഞാൻ ഈ വർഷം തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം പേജ് കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ കീറിക്കളഞ്ഞു. കാരണം നെക്സ്റ്റ് ഇയറിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയെല്ലാം കീറിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഞാൻ പ്രോപ്പറായിട്ടൊരു ജേർണലിങ് അല്ലെങ്കിൽ ഡയറി എന്നൊക്കെ പറയാനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്താണ് എഴുതാറും. പിന്നെ എൻ്റെ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്താണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പോൾ വിഷൻ ബോർഡൊന്നും ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതിനായിട്ട് നമുക്കൊരു നോർമൽ നോട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു നോട്ട് പാഡ് ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് ആ ഒരു നോട്ടിൽ നമുക്ക് തിങ്സ് ഐ ഡിഡ് ദിസ് ഇയർ നമ്മൾ ചെയ്തു അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 2026 എന്തൊക്കെ കാര്യങ്ങളാണോ നേടേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് 2025 പല ആഗ്രഹങ്ങൾ നമുക്ക് കാണുമല്ലോ. ഇപ്പം ഒരു വീട് വാങ്ങണം, കാർ വാങ്ങണം, ഇപ്പം ഒരു ജോബ് നേടണം, അങ്ങനെയൊക്കെ നമുക്ക് കുറേ ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പം ഇതിലേതെങ്കിലും ഇപ്പം നിങ്ങൾക്ക് 2025 കിട്ടാതെ പോയെന്നുണ്ടെങ്കിൽ 2026 അത് വാങ്ങണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ നേടേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു നോർമൽ നോട്ടിൽ ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ട്രാവൽ ടു എ ന്യൂ പ്ലേസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ടും 2026 ചെയ്യേണ്ടത് ഞാൻ ബുക്ക് വായിക്കത്തേ ഇല്ല. അപ്പം അതാണ് ഞാൻ ആദ്യം എഴുതി കൊടുത്തത്. കാരണം ഞാൻ ബുക്കേ വായിക്കില്ല. അപ്പോൾ എനിക്ക് 2026 വായിക്കണം, കുറച്ചുകൂടെ നന്നാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നടക്കും തോറും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു കോളം വരയ്ക്കുക, എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ നടക്കുമ്പോൾ ആ കോളം ഒന്ന് നമ്മൾ ടിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ലാസ്റ്റ് നോക്കണം 2026 നമ്മൾ എന്തൊക്കെ നേടി. അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് ഈ ടിക്കിങ്. ഇതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി പ്ലാനർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ നോട്ട് പാഡിലായാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ചെയ്യുന്ന ആ ഒരു ഇതിന് നിങ്ങൾ ആ ഒരു കോളം ടിക്ക് ചെയ്ത് പോവുക. കോളം ടിക്ക് ചെയ്യേണ്ട ഒരു ത്വരയിലെങ്കിലും നമ്മളത് ചെയ്യും. അപ്പം നിങ്ങളും ഇതുപോലെ പ്രൊഡക്റ്റീവ് ആവുക 2026. ഞാനും ഇങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.